നമസ്കാരം. ബ്രെയിൻ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി എങ്ങനെയാണ് AI ലോകത്ത് എന്നുള്ളതാണ്. ഇത്തരം ഒരു ചിന്ത പോകാൻ കാരണം ഈ അടുത്തൊരു സിനിമ കണ്ടു. അത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് പറയുന്നത്. പക്ഷെ ആ സിനിമയിൽ അവർ പറയുന്ന ഒരു കാര്യം AI എല്ലാം ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഒരു ഗവൺമെന്റിന് AI നിരോധിക്കേണ്ടി വരുന്നത്? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. AI ശരിക്കും നിരോധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നിലവിൽ എങ്ങനെയാണ് AIയെ നമ്മൾ കാണുന്നത്? ഒന്ന്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്, അല്ലേ? ഒരു അവസരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്താണ് നമ്മുടെ അവസരം? നമുക്ക് ഓൾറെഡി ഒരു ടെക്നോളജി ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോം ചെയ്തിട്ട് പുതിയൊരു ടെക്നോളജിയിലേക്ക് ആക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമുക്ക് ഓൾറെഡി കാർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. പക്ഷേ അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. എങ്ങനെ? ഡ്രൈവർലെസ് കാറായിട്ട്. ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസിനെക്കാട്ടും ഇപ്പോൾ ഉള്ള ടെക്നോളജിനെക്കാട്ടൊക്കെ കൂടുതൽ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജീസ് ആഡ് ചെയ്തിട്ട് നമുക്കതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ അപ്പുറം റിസ്ക് അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ത്രെട്ടുകളും ഉണ്ട്. കാരണം മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു സാധനം ഇന്ന രീതിയിൽ ഉപയോഗിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്ക്കും ത്രെട്ടും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഭാഗമാണ്. എന്തൊക്കെ തരത്തിലുള്ള റിസ്ക്കുകളാണ് AI കാരണം ഉണ്ടാകുന്നത്, റിസ്ക് എന്താണെന്നുള്ളതിലപ്പുറം അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം. ഇതിനുള്ള ഒരു 5 കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5-ൽ കൂടുതലുണ്ടാവാം, പക്ഷേ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത് ബയസാണ്. AI എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൂടുതലും പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യാണ് കമ്പ്യൂട്ടറിന്. അപ്പോൾ ആ ഡാറ്റയിൽ ബയസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? AI അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൻ്റെ പ്രൊഡിക്ഷനിലും ബയസ് ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ് റെക്കഗ്നീഷൻ ആണ് ചെയ്യുന്നത് എങ്കിൽ ട്രെയിനിങ്ങിൽ വരുന്ന എല്ലാ ആൾക്കാരുടെയും ഫേസ് വൈറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ ഡാർക്ക് ഇൻ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഡിക്ഷനിൽ അത്ര ആക്യുറസി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിനെയാണ് ബയസിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. AI ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അവർ തന്നെ ഇതിന് എങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതിനെ പരിഗണിക്കുന്ന രീതിയിലുള്ള മറ്റ് കുറേ അൽഗോരിതംസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് IBM എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് വെക്കുന്ന കുറച്ച് ആശയമാണ്. AI ഫെയർനെസ് 360, അതുപോലെ തന്നെ AI ഗവേർണൻസ്. ഞാൻ അത് ജസ്റ്റ് അവരുടെ ലിങ്ക് പോയിട്ടൊന്ന് കാണിച്ചു തരാം. കാരണം ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാവും. സോ ഞാൻ ആദ്യം കാണിക്കുന്ന AI ഫെയർനെസ് 360 ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതൊരു ഓപ്പൺ സോഴ്സ് ടൂൾ കിറ്റാണ്. ശ്രദ്ധിക്കുക, ഓപ്പൺ സോഴ്സ് ആണ്. ഇതിൻ്റെ കോഡ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പൈത്തൺ കോഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിറ്റ്ഹബ് ലിങ്കിലേക്ക് പോവും. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കാണാം. ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. ഞാനത് വീണ്ടും വായിച്ച് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പോകുന്നില്ല. എന്തിനാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ബയസ് ഇൻ മെഷീൻ ലേണിംഗ് മോഡൽസിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ എക്സാം ചെയ്യാമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് AI ഫീൽഡിൽ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്ക് ഓൾറെഡി ഇവിടെ അവരൊരു 10 സ്റ്റേറ്റ് ഓഫ് ആർട്ട് ബേസ്ഡ് മിറ്റിഗേഷൻ അൽഗോരിതത്തിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ റിസർച്ചൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് ഓരോ അൽഗോരിതത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാമെന്ന് മാത്രമല്ല അതിൻ്റെ കംപ്ലീറ്റ് പൈത്തൺ കോഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗിറ്റ്ഹബിൽ. സോ ഇതേ കോഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതേ കോഡ് വെച്ചിട്ട് ഇതേ ഐഡിയാസ് നിങ്ങൾക്ക് എടുത്തിട്ട് ബെറ്റർ ആക്കിയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റൊക്കെ അവതരിപ്പിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിങ്ക് ഇവിടെ കാണിച്ചത്. അതുപോലെ തന്നെയാണ് AI ഗവേർണൻസ് എന്ന് പറയുന്ന IBMൻ്റെ ഒരു കോൺസെപ്റ്റ്. അതും ഒരു ഫ്രെയിംവർക്ക് ആണ്. എൻഷുർ ദ സേഫ്റ്റി, ഫെയർനെസ് ആൻഡ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇത്തരം കമ്പനികളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പൊതുവേ AI എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, നേരത്തെ പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ ഭാഗമൊക്കെയാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കാറ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ട്. ഇഷ്യൂസ് ഉണ്ടെന്ന് മാത്രമല്ല അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്ലാനുകൾ ഇത്തരം AI ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസ് തന്നെ അവരുടെ ബാക്ക് എൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രസൻറ്റേഷനിൽ തിരിച്ചു വരികയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് സൈബർ സെക്യൂരിറ്റി ആണ്. സൈബർ സെക്യൂരിറ്റി ത്രെട്ടിൻ്റെ ഒരു ഭീകരാവസ്ഥ ഞാൻ പറയേണ്ടതില്ല. ലേറ്റസ്റ്റ് ആയി പറയുന്ന ജെൻ AI പോലും വെറും 24% മാത്രമേ സെക്യൂർഡ് ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ജെൻ AIയിൽ വലിയൊരു ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തു, അത് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൂടി ബാക്കപ്പ് ആയിട്ട് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാം.
ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതിനെന്തൊക്കെ നടപടി എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, സെക്യൂരിറ്റി ഗ്യാപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്കിൽ അവിടെ തന്നെ 2 ടീം ഉണ്ടാവും. നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ടീമിൽ ഡെവലപ്പറും ടെസ്റ്റിങ്ങും പോലെ ഇവിടെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, ഇപ്പുറം അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ സെക്യൂരിറ്റി ഗ്യാപ്പുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാവും. ആ രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നിങ്ങളുടെ AI ട്രെയിനിങ് ഡാറ്റേനെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനീൻ്റെ അടുത്തൊരു ഭാരിച്ച ഉത്തരവാദിത്വം. കാരണം ട്രെയിനിങ് ഡാറ്റയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AI അൽഗോരിതം ട്രെയിൻ ചെയ്യുന്നത് തന്നെ മാറും, അതിൻ്റെ ഔട്ട്കമ്മും മാറും. പിന്നെ ഏതെങ്കിലും ഒരു മോഡലിൽ നമ്മുടെ AI മോഡലിൻ്റെ വൾണറബിലിറ്റീസിനെ ഓൾറെഡി അഡ്വേഴ്സേറിയൽ ടെസ്റ്റിംഗ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇത്തരം സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചുള്ള ഒരു പൊതു അവബോധം അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ പാസ്വേഡ് വെച്ചിട്ട് കാര്യമില്ല, അത് പുറത്ത് എഴുതി വെച്ചാൽ പോയില്ലേ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരിലേക്കും അറിവ് നൽകുക എന്നുള്ളതാണ് കമ്പനികൾ ചെയ്യുന്നത്. ഇത് ഞാനൊരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുന്നത്. കാരണം ഇത്തരം അൽഗോരിതംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഓർഗനൈസേഷൻസ് ആണ്. സോ അവരുടെ ഒരു വ്യൂ പോയിന്റിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. പിന്നീടാണ് ഡാറ്റ പ്രൈവസി ഇഷ്യൂസ്. ഇത് കമ്പനിയുടെ മാത്രമല്ല, ഇത് ഇൻഡിവിജ്വലായിട്ടും ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പേഴ്സണൽ ഐഡൻറ്റിഫൈഡ് ഇൻഫർമേഷൻ എന്ന് പറയും. അതായത് നമ്മളെക്കുറിച്ച് ഉള്ള ഡാറ്റകൾ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു CV തയ്യാറാക്കണം ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഇന്ന് ഒരുപാട് AI സിസ്റ്റംസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ഒരു പഴയ റെസ്യൂം എടുക്കുന്നു, കംപ്ലീറ്റ് ഡാറ്റ എടുത്ത് AIക്ക് കൊടുക്കുന്നു. ഇത് LLM ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു AI മോഡൽസ് ആയിരിക്കും അവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതെല്ലാം അതൊരു ട്രെയിനിങ് ഡാറ്റ ആയിട്ട് പിന്നീട് ഉപയോഗിക്കും. നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇമെയിൽ ID എന്ന് വേണ്ട സകല ഇൻഫർമേഷൻസും ആ ഒരു CV-യിൽ ഉണ്ടാവും. അതെല്ലാം അത് അതിൻ്റെ ഡാറ്റ ആയിട്ട് എടുക്കും, ട്രെയിനിങ് ഡാറ്റ ആയിട്ട് എടുക്കും. നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിന്നീട് അങ്ങനെയാണ് ആ ഒരു ഡാറ്റ വേറൊരാൾ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇവിടെയാണ് നമ്മൾ സിന്തറ്റിക് ഡാറ്റ ജനറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾക്കറിയാം AI ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഡാറ്റ വേണം. അപ്പോൾ എവിടെ നിന്നാണ് ഇത്രയും ഡാറ്റ കിട്ടുന്നത്? ഇത് ഡാറ്റ എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ ഡാറ്റ സിസ്റ്റത്തിന് കൊടുത്താൽ ഒന്നും മനസ്സിലാവില്ല. ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ ആയിരിക്കണം. ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ കൂടി അതെപ്പോഴും സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിച്ച് ഒരു പ്രെഡിക്റ്റബിൾ ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, GenAI ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് വേണ്ട ഡാറ്റ കമ്പ്യൂട്ടറെ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ AI ചാറ്റ് ബോട്ടിനോട് പറയുന്നു, എനിക്കൊരു റെസ്യൂം വേണം, എൻ്റെ ഡൊമെയിൻ ഇന്നതാണ്, എൻ്റെ എക്സ്പെർട്ടീസ് ഇന്നതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാലോ. അപ്പോൾ അതൊരു ഫേക്ക് നെയിമും ഫേക്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് തരും. നിങ്ങൾ അതിൻ്റെ കണ്ടന്റ് ഒക്കെ ഒന്ന് മാറ്റി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ കൊടുക്കാതെ അവിടെ ഒരു ഡമ്മി പേര് വെച്ചിട്ട് ആ ഒരു CV ബെറ്റർ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തൊരു പ്രധാന പ്രശ്നം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ AI ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡാറ്റ ജനറേറ്റ് ചെയ്യാം. പല ഫോർമാറ്റിലുള്ള ഇമേജ് ആവാം, വീഡിയോ ആവാം, ടെക്സ്റ്റ് ആവാം. ഇതിൻ്റെയൊക്കെ കോപ്പിറൈറ്റ് ആരാണ് ഓൺ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡാറ്റ ഏതെങ്കിലും തരത്തിലൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂവിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് നമ്മൾ തപ്പിപ്പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഡീഫേക്ക് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫേക്ക് ഇമേജസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. കുറേ പേര് അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ കാണുന്ന ട്രംപിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫേക്ക് ഇമേജ് ആണ്. സിമിലർലി ഇന്ത്യയിലും ഒരുപാട് ഇത്തരം ഇവൻറ്റുകൾ നടന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് ആക്ടറിൻ്റെ പേര് ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വീഡിയോ ഇറക്കിയിരുന്നു. അത് വല്ലാതെ വൈറലായി. രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തി ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് AI ഉപയോഗിച്ചിട്ട് തോന്നിയ മാതിരി നമുക്ക് ഡാറ്റ ഉണ്ടാക്കി ജനറേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു കൺസേൺ ആണ്. അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വീഡിയോ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കോപ്പിറൈറ്റ് ആര് ഓൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാവേണ്ടതാണ്. ഡീഫേക്ക് എന്ന് ചെയ്യാന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാനൊരു 2 വർഷം മുന്നേ മോഹൻലാലും ശോഭനയും കൂടി പ്രണയം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും ഒരു തോട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാനിത് കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയറിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നല്ല രീതിയിലേ ചെയ്തിട്ടുള്ളൂ. അതിനൊരു പെർഫെക്ഷൻ ഒന്നുമില്ല. ബട്ട് ഇത് നമുക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്, നല്ലൊരു ഹാർഡ്വെയർ ഉണ്ട്. ഇന്നിപ്പം വളരെ എളുപ്പമാണ് അത്തരം വീഡിയോസൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രകൃതിയെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങൾ താഴെ നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഏതാണ്ട് 6 lakhs pounds കാർബൺ ഡൈ ഓക്സൈഡാണ് എമിറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ഇരട്ടിയാണ് ഒരു കാറിൻ്റെ ആയുസ്സിലെ
മൊത്തം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വിടുന്നത്. അപ്പോൾ നമ്മളിപ്പം മുന്നോട്ട് വെക്കുന്ന മോട്ടോ എന്താണ്? ക്ലീനർ ആൻഡ് സേഫർ എൻവിറോൺമെൻറ്റ് എന്നുള്ളതാണ് ഏതൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ താഴെ പറയുന്നത്. ഇത്തരം ടെക്നോളജികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് വലിയ വലിയ സെർവേഴ്സ് വേണം. കാരണം ചെറിയ കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും പോരാ, വലിയ ഹാർഡ്വെയർസ് വേണം അത് മെയിൻറ്റെയിൻ ചെയ്യാനും. കാരണം അത് ഹീറ്റാവും, അത് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ ഹീറ്റ് എടുത്ത് കളയാനായിട്ട് നിങ്ങൾക്ക് ഒരു കൂളിംഗ് സിസ്റ്റം വേണം. ഇവിടെ പറയുന്നത് മൈക്രോസോഫ്റ്റ് അവരുടെ സെർവർ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ 5.4 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, എത്രത്തോളം നാച്ചുറൽ റിസോഴ്സിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്നുള്ളത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് കൂടുതലും റിന്യൂവബിൾ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. മാത്രമല്ല വെറുതെ ഇങ്ങനെ കമ്പനി പുതിയ പുതിയ കാര്യം വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ നെറ്റ്വർക്ക് ട്രെയിൻ ചെയ്യാതെ ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് മോഡൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ തന്നെ ട്രാൻസ്ഫർ ലേണിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. 5 കാരണമായി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, 5 കൂടുതലുണ്ട്. ജോബ് ത്രെട്ട് അതൊരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു റിസ്ക് ആണ്, ഇത്രയും ആൾക്കാരുടെ ജോലി എന്താവും. പിന്നെ അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി, ട്രാൻസ്പെറൻസി, ഇങ്ങനെ ഒരുപാട് AI ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഫ്യൂച്ചറിൽ AI ബാൻ ചെയ്യുമോ? ഗവൺമെൻറ് ബാൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ളതാണ്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ വിത്ത് AI. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാൻ ചെയ്യാനോ പറ്റും തോന്നുന്നില്ല. കാരണം ഇന്ന് എല്ലാ ടെക്നോളജിയും ഡ്രൈവ് ചെയ്യുന്നത് AI ആണ്. അപ്പോൾ ഒരു അടുത്തൊരു 10-20 വർഷത്തേക്കൊക്കെ ടെക്നോളജി എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റും ആ ഒരു ഡയറക്ഷനിലും നീങ്ങിക്കഴിഞ്ഞു. ഇനി പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. വല്ലാതെ ദുരുപയോഗം തടയാനായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാം. നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പം അതൊരു രാജ്യത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം ഇതിനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യയിലുള്ള പല കാര്യങ്ങളും വേറെ രാജ്യത്ത് പോയിട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇവിടെ പല രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ കലാമിറ്റീസ്, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഭാവിയിൽ എനിക്ക് തോന്നുന്നു AIൻ്റെ ത്രെട്ടും റിസ്ക്കും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെങ്ങനെയാണ് ഒരു ഗ്ലോബൽ റെഗുലേഷൻസ് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. സോ റെഗുലേഷനെ കുറിച്ച് പറയുമ്പം പ്രധാനമായിട്ടും എത്തിക്കൽ AI ഡെവലപ്മെൻറ്റ്. നിങ്ങളും ഒരു AI ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റിലൂടെയും ചിന്തിക്കുക. എന്താണോ ഡെവലപ്പ് ചെയ്യുന്നത് അതെങ്ങനെ ഹ്യൂമൻ വാല്യൂസിനെ എങ്ങനെ അത് ഇമ്പാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ബയസിങ് ഉണ്ടോ നിങ്ങളുടെ ഡാറ്റയിൽ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ AI സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. മാത്രമല്ല പബ്ലിക്കിന് AIനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധം വേണം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയുള്ള തലമുറയ്ക്ക് ഒരു സ്കൂൾ തലത്തിൽ, ഒരു ഹൈസ്കൂൾ തലത്തിൽ തന്നെ എന്താണ് AIയുടെ ആപ്ലിക്കേഷൻസ് എന്നും അതെങ്ങനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിലുണ്ടാകുന്ന റിസ്കുകൾ എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ കോപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇൻ്റർനാഷണൽ ലോ ഒക്കെ വന്നുകൂടായില്ല. എങ്ങനെ AI ഉപയോഗിക്കണമെന്നും ലോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ലോകരാജ്യങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടാണ്, പക്ഷേ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ചെയ്തത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.